കിഷൻ, അതെ കിഷൻ, നീ ഇതെവിടെയാ? ആ റാം, നീയോ? കേറി വാ. എന്താ ചെയ്യുന്നേ? മട്ടർ പനീർ ഉണ്ടാക്കുവാണോ? സത്യമായിട്ടും ഞാനൊന്ന് കാണട്ടെ. ഇത് റാഡിഷ് കറിയും റൊട്ടിയും ആണ്. അയ്യേ, ഇതൊക്കെ ആര് കഴിക്കാനാ? ഞാൻ കഴിക്കല്ലോ. നീ എന്താ വിചാരിച്ചേ? ഞാൻ മട്ടർ പനീർ ഉണ്ടാക്കുവാണെന്നോ? ഞാനങ്ങനെ കരുതിയത്. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ പാവപ്പെട്ടവരുടെ ഭാഗ്യ മട്ടർ പനീർ. അതെ, നീ അതങ്ങോട്ട് വേഗം ഉണ്ടാക്കിയേ. എന്താ പറഞ്ഞേ? എന്താന്ന്? ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? എടാ, നീ എന്തുണ്ടാക്കിയാലും അത് മട്ടർ പനീർ പോലെ ആവുമോ? എടാ, ഞാൻ നിനക്ക് എവിടുന്ന് മട്ടർ പനീർ ഉണ്ടാക്കി തരാനാ? എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? ആകെക്കൂടി അച്ഛനുള്ള ചെറിയൊരു കൃഷിയിടം മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ ജോലി നടക്കുന്നുള്ളൂ. കല്യാണം കഴിച്ച് എനിക്ക് എന്ത് സന്തോഷം കൊടുക്കാനാ എൻ്റെ ഭാര്യയ്ക്ക്? ഇത് പറഞ്ഞുകൊണ്ട് കിഷൻ അവന്റെ പൊട്ടിയ വീട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നില്ലടോ, നീ കണ്ടോ? എല്ലാം ശരിയാവുന്നേ. അത് ശരി. അപ്പൊ പണക്കാരനായ നീ എന്ത് ചെയ്യും? മട്ടർ പനീർ കൊണ്ടൊരു കളിയായിരിക്കും. രാവിലെ മട്ടർ പനീർ, ഉച്ചയ്ക്ക് മട്ടർ പനീർ, എന്തിന് രാത്രി പോലും മട്ടർ പനീർ. അത് കൊള്ളാം. നാട്ടിലുള്ള മട്ടർ പനീറെല്ലാം തീർക്കാൻ വേണ്ടി ഇറങ്ങുവാണോ നീ? രാം പറഞ്ഞത് കേട്ട് കൂട്ടുകാരനായ കിഷൻ പൊട്ടിച്ചിരിച്ചു. അത് കഴിഞ്ഞ് ഒന്നും മിണ്ടിയില്ല. കിഷൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. രാമു അത്ര പണക്കാരനൊന്നും അല്ല. രണ്ടുപേരുടെ കൃഷിഭൂമി അടുത്ത് തന്നെ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരുടെ അച്ഛന്മാർ ഒരുമിച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവര് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നു. അങ്ങനെ ഉച്ച സമയത്ത് രണ്ടുപേരും കൃഷിയൊക്കെ ചെയ്ത് വിശ്രമിക്കുന്ന അല്ല സമയം. കിഷൻ, ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇപ്പം എന്ത് ചെയ്യാനാ? നേരെ വീട്ടിൽ ചെന്ന് ഒന്നിച്ചു പോയി റൊട്ടി ഉണ്ടാക്കി ഉള്ളിയും ഉപ്പും ചേർത്ത് കഴിക്കും. എന്തു പറ്റി? ഞാൻ വിചാരിക്കുന്ന മട്ടർ പനീർ അങ്ങനെ കഴിച്ചാലെന്നാ. ശരിയാ. അതേ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്നെയും വിളിക്കണേ. ഞാനും കഴിക്കാൻ വരാം. കിഷൻ പാവപ്പെട്ടവനായിരുന്നെങ്കിലും അവന്റെ മനസ്സ് നല്ലതായിരുന്നു. കാര്യം അടിപൊളിയായത് അവന്റെ കൃഷിഭൂമിയിൽ വിളവ് നല്ലോണം ഉണ്ടായപ്പോഴാ. കുറച്ച് ഗോതമ്പെടുത്ത് വിറ്റു. ബാക്കി അവൻ മാറ്റിവെച്ചു. ഒരു ദിവസം വൈകുന്നേരം. നീ എവിടെ പോകുന്നു? കുറേ ദിവസമായി അപ്പൂപ്പനെ കണ്ടിട്ട്. അദ്ദേഹത്തെ കാണാൻ പോവാ. അത് ശരി. എന്ന് തിരിച്ചു വരും? 2 ദിവസം കൊണ്ട് തിരിച്ചു വരും. ഇത്തവണ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. കിഷൻ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. 2 ഗ്രാമം കഴിഞ്ഞാണ് അവന്റെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഗ്രാമം, ചമ്പൽപൂർ ഗ്രാമം. പേരക്കുട്ടിയെ കണ്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും ഒരുപാട് സന്തോഷമായി. അമ്മൂമ്മേ, ഗ്രാമത്തിന്റെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാ മോനെ? ഇവിടത്തെ ഭൂമിയും കൊള്ളൂല. ഇവിടത്തെ ആൾക്കാര് പിന്നെ അറിയാലോ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോയി. വല്ലാത്ത കഷ്ടപ്പാടില്ല. ദൈവം ഒന്ന് കനിയൊന്നില്ല. ചമ്പൽപൂർ ഗ്രാമം വളരെ ദയനീയത്തിലായിരുന്നു. ഭക്ഷണത്തിനായി എല്ലാവരും കഷ്ടപ്പെടുകയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്നു. കിഷന് സ്വന്തം ഗ്രാമത്തിനു വേണ്ടിയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചമ്പൽപൂരിനു വേണ്ടിയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 ദിവസം മുത്തശ്ശനും മുത്തശ്ശിയുടെ കൂടെ നിന്ന് അവൻ തിരിച്ചവന്റെ അനന്ത്പൂരിലേക്ക് വന്നു. രാത്രി അവൻ അവനു വേണ്ടി റൊട്ടിയും ദാലും ഉണ്ടാക്കി. അവൻ കഴിക്കാനിരുന്ന സമയത്ത് പുറത്തുനിന്ന് അവനൊരു ശബ്ദം കേട്ടു. ആരെങ്കിലും ഉണ്ടോ? പ്രണാമം മഹർഷി. സന്തോഷമായിരിക്കും മോനെ. ഞാൻ കുറച്ചു ദിവസമായി വിശന്നിരിക്കുക. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? തീർച്ചയായും വന്നോളൂ. കിഷൻ ഋഷിക്ക് വേണ്ടി ഒരു പായ വിരിച്ചു. കുറച്ചേരം കൊണ്ട് തന്നെ കിഷൻ ചപ്പാത്തിയും ദാലും കൊണ്ടുവന്നു. അതവൻ അവനു വേണ്ടി ഉണ്ടാക്കിയതാ. അതിന്റെ കൂട്ടത്തിൽ സവാളയും വെച്ചു. ഋഷി ആസ്വദിച്ച് ആ ഭക്ഷണം കഴിച്ചു. എന്നിട്ട്, ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കും. നീയൊരു പാവപ്പെട്ട സന്യാസിക്ക് ഭക്ഷണം തന്നു. അതിരിക്കട്ടെ, എന്താണ് നിന്റെ പേര്? എന്റെ പേര് കിഷൻ എന്നാണ്. നിനക്ക് വേണ്ടി ഭക്ഷണം ബാക്കിയുണ്ടോ? അതെ മഹർഷേ, എനിക്ക് കഴിക്കാനുള്ളതുണ്ട്. കിഷൻ പറഞ്ഞത് കേട്ട് ഋഷിക്ക് സന്തോഷമായി. കിഷന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നീ വളരെ നല്ലൊരു കുട്ടിയാണ്. ഞാൻ നിന്നിൽ സംതൃപ്തനാണ്. മോനെ, ഞാൻ നിനക്കെന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. വേണ്ട മഹർഷേ, ഞാൻ സന്തോഷവാനാണ്. എനിക്കൊന്നും വേണ്ട. കിഷൻ കൈകൂപ്പി ഋഷിയോട് പറഞ്ഞു. അപ്പോഴേക്കും ഋഷി ഒരു ചിരി ചിരിച്ചു. എന്നിട്ടൊരു മന്ത്രം പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ ഒരു ചീലച്ചട്ടി പ്രത്യക്ഷപ്പെട്ടു. ഇതാ മോനെ, ഈ കടായി ഇന്നു മുതൽ നിന്റേതാണ്. അയ്യോ വേണ്ട മഹർഷി, എനിക്ക് ഇത്രയും വലിയ കടായിയുടെ ആവശ്യമില്ല. മോനെ, ഇതൊരു സാധാരണ കടായിയല്ല. ഇതിൽ നീ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ള വിഭവം ആ പാത്രത്തിൽ ഉടൻ തന്നെ തയ്യാറാവുന്നതാണ്. ആരെയും ഇനി വിശന്നിരിക്കാൻ മോൻ അനുവദിക്കരുത്. ഇതെന്റെ നിന്നിലുള്ള വിശ്വാസമാണ്. ഋഷി പറഞ്ഞ കാര്യം കേട്ട് കിഷൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ ഋഷിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹർഷി ഒന്ന് ചോദിച്ചോട്ടെ? പറയൂ മോനെ, എനിക്കിതുപോലെ മറ്റൊരു മാന്ത്രിക സിദ്ധി കൂടി തരുമോ? അത്യാർത്ഥി ഒരിക്കലും നല്ലതല്ല മോനെ. അങ്ങനെയല്ല മഹർഷേ, ഈ കടായില് ആനന്ദപുരത്തെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനാ. പിന്നെ മറ്റൊരെണ്ണത്തിൽ ചമ്പൽപൂരിലും കൊടുക്കാനാണ്. അവിടെയുള്ളവർ വളരെ പാവപ്പെട്ടവരാണ്. ശരി മോനെ, പക്ഷെ ഒന്നും ഓർക്കണം,
എന്തു തന്നെ സംഭവിച്ചാലും നീ അത്യാർത്തിയുള്ളവനാവരുത്. ഇത്രയും പറഞ്ഞ ഋഷി അവിടുന്ന് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ അവന്റെ വീട്ടിൽ 2 ചീനച്ചട്ടി വന്നു. കിഷൻ അപ്പത്തന്നെ ആ ചീനച്ചട്ടി അടുക്കളയിൽ കൊണ്ടുവച്ചു. ചീനച്ചട്ടി വെച്ചതോടെ അടുക്കളയിലെ അത്ഭുതം നടന്നു. അടുക്കളയിലെ എല്ലാ സാധനങ്ങളും തിളങ്ങാൻ തുടങ്ങി. കിഷൻ ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ തന്നെ അടുക്കളയില് മാന്ത്രികമായ കാര്യങ്ങൾ നടന്നു. ആദ്യമായിട്ടവൻ ആ ചീനച്ചട്ടിയിൽ മട്ടർ പനീർ ഉണ്ടാക്കി. എന്നിട്ട് രാമനെയും വിളിപ്പിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എൻ്റെ കയ്യിൽ 2 കടായിയുണ്ട്. അതിലൊരെണ്ണം ഞാൻ ഇവിടെ വെക്കും. പിന്നെ 2ാമത്തെ കടായി അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ മായാജാലം കാണിക്കും. ഞാൻ അവിടെയുള്ള പാവപ്പെട്ടവർക്കെല്ലാം ആവശ്യത്തിന് ഭക്ഷണം നൽകും. അത് കൊള്ളാമല്ലോ. രാമും കിഷൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പാവപ്പെട്ടവർക്ക് ആഹാരം സൗജന്യമായി കൊടുത്തു. അവിടെ ചമ്പൽപൂരില് മുത്തശ്ശിയുടെ അടുക്കള ആ ചീനച്ചട്ടി വെച്ച് മാന്ത്രികമാക്കി. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നിറച്ചു കൊടുത്തു. അങ്ങനെ മാസങ്ങൾ നീണ്ടുപോയി. 2 ഗ്രാമത്തിൽ ആരും പട്ടിണി കിടക്കാറുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം കിഷൻ അവന്റെ ഗ്രാമത്തിൽ വന്നപ്പോൾ അവൻ കണ്ടത് ഗ്രാമത്തിൽ മുഴുവൻ വെള്ളപ്പൊക്കമായി. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് എന്റെ ഗ്രാമത്തിൽ ഇങ്ങനൊരു ശിക്ഷ? കിഷൻ ഇത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ ഋഷി പ്രത്യക്ഷപ്പെട്ടു. മഹർഷി അങ്ങ്, പക്ഷെ ഇവരെന്ത് തെറ്റ് ചെയ്തു? നിന്റെ സുഹൃത്തിന്റെ മനസ്സിൽ അത്യാർത്തി ഉടലെടുത്തു. ആ മാന്ത്രിക പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. എല്ലാ ഗ്രാമവാസികളെയും ആ മാന്ത്രിക പാത്രത്തെക്കുറിച്ച് അവൻ അറിയിച്ചു. അപ്പോൾ അവരിൽ ആരോ വന്ന് അത് മോഷ്ടിച്ചു കൊണ്ടുപോയി. പക്ഷേ ദൗർഭാഗ്യവശാൽ കടായിലുള്ള വെള്ളം താഴേക്ക് പോയി. അങ്ങനെ ഈ ഗ്രാമത്തിലാകെ പടർന്നു. അങ്ങ് അവരോടെല്ലാവരോടും ക്ഷമിക്കണം. അവരെ രക്ഷിക്കാനുള്ളൊരു വഴി പറഞ്ഞു തരൂ. അവരെല്ലാവരും മാപ്പ് ചോദിക്കണം. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് മാപ്പ് തരണം. അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് തന്നാലും മഹർഷേ. ഞാൻ ഈ ഗ്രാമത്തെ പഴയ രീതിയിൽ തന്നെ ആക്കുന്നതാണ്. ഋഷി ഒരു മന്ത്രം വായിച്ചു. ഋഷിയുടെ കയ്യിലിരുന്ന പാത്രത്തിൽ അവിടുത്തെ വെള്ളം മുഴുവൻ തിരിച്ചു കയറി. അതിനുശേഷം ഗ്രാമത്തിലുള്ളവർ അത്യാഗ്രഹം ചെയ്യില്ല എന്ന് വാക്കുകൊടുത്തു. എന്നിട്ട് പിന്നെ എല്ലാം ശരിയായി. കോമൾ എന്ന പേരുള്ള ഒരു അനാഥ പെൺകുട്ടി ഖാൻപൂർ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു. അവളുടെ അച്ഛനമ്മമാർ മരിച്ചു പോയിരുന്നു. കോമളിന്റെ വീട്ടിൽ അവളെ ശ്രദ്ധിക്കാൻ ആരുമില്ലായിരുന്നു. അവൾക്ക് ഇപ്പോൾ 6 വയസ്സായി. മുടി ചീകി ഒതുക്കാൻ പോലും അവൾക്ക് ഇപ്പോഴും അറിയില്ല. അതിനാൽ അവളുടെ മുടിയുടെ അവസ്ഥ മോശമായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികളും അവളെ വളരെയധികം കളിയാക്കിയിരുന്നു. ഒരു ദിവസം കോമൾ ഗ്രാമത്തിലെ കുട്ടികളുടെ അടുത്തേക്ക് പോയി. നോക്കൂ നോക്കൂ, ഇതാരാ വന്നിരിക്കുന്നതെന്ന്. അവളുടെ മുടി ഒന്ന് നോക്കൂ. മുടി കണ്ടാൽ അത് ചീപ്പേ കണ്ടിട്ടില്ലാത്തതുപോലെ തോന്നും. മുടിയല്ല, പുല്ലാണ് തല നിറയേയും. എല്ലാ കുട്ടികളും കൂടി ചിരിക്കാൻ തുടങ്ങി. കോമൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവളുടെ വീട്ടിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ ചീപ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ എന്റെ തലമുടി ചീപ്പ് കൊണ്ട് വൃത്തിയാക്കും. അവൾ ആ ചീപ്പ് എടുത്ത് തലമുടി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളുടെ മുടി വളരെയധികം കെട്ടുപിണഞ്ഞു പോയിരുന്നു. അത് ശരിയാക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല. അമ്മേ, താങ്കൾ എവിടേക്കാണ് പോയത്? ഇവിടെ ആരും എന്റെ തലമുടി ചീകി തരുന്നില്ല. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കുന്നു. എന്റെ മുടി കാണാൻ പുല്ല് പോലെയാണെന്ന്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു കുട്ടികളെ പോലെ എന്റെ മുടിയും നല്ല ഭംഗിയുള്ളതായേനെ. ഇതും പറഞ്ഞ് കോമൾ ഉറക്കെ കരയാൻ തുടങ്ങി. പക്ഷെ അവളുടെ വീട്ടിൽ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസത്തിന് ശേഷം കോമൾ കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോയി. കാട്ടിൽ നിന്ന് വിറകെടുക്കുന്ന സമയത്ത് അവളുടെ മുടി കുറ്റിക്കാട്ടിൽ കുരുങ്ങിപ്പോയി. എന്റെ മുടി എവിടെയാണ് ഉടക്കിയത്? വളരെയധികം ശ്രമിച്ചതിന് ശേഷവും കോമളിന്റെ മുടിയിലെ കുരുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കോമൾ കരഞ്ഞുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, ഞാനിത് എവിടെയാണ് പെട്ടുപോയത്? ഞാനിനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? എന്റെ തലമുടി നന്നായി വേദനിക്കുന്നുണ്ട്. എന്നെ സഹായിക്കൂ ദൈവമേ. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. നീ കരച്ചിൽ നിർത്തൂ. ഞാനിപ്പോൾ തന്നെ നിന്റെ മുടി വേർപെടുത്തി തരാം. മരത്തിന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടി കുറ്റിക്കാട്ടിൽ നിന്നും വേർപെട്ടു കിട്ടി. കോമൾ പേടിയോടെ ആ മരത്തെ നോക്കി. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊരു മാന്ത്രിക മരമാണ്. മാന്ത്രിക മരമേ, 1000 നന്ദി. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാട്ടിൽ അകപ്പെട്ടു പോയേനെ. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിറകെടുക്കാൻ വന്നതാണ്. പക്ഷെ എന്റെ മുടി പുല്ല് പോലെയാണ്. അതിനാലാണ് ഈ കുറ്റിക്കാട്ടിൽ അകപ്പെട്ടു പോയത്. എന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. വീട്ടിൽ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എനിക്ക് മുടി ചീകാനും അറിയില്ല. അതുകൊണ്ടാണ് എന്റെ മുടി ഇങ്ങനെ പുല്ലുപോലെ ആയത്. ഞാനിത് ശരിയാക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയാകുന്നില്ല. എന്റെ ഈ മുടി കണ്ടിട്ട് ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കാറുണ്ട്.
ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇനി നിന്നെ ആരും കളിയാക്കില്ല. അപ്പോൾ ആ മാന്ത്രിക മരം തന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടിയെ സ്വർണ്ണ നിറമുള്ള മുടിയാക്കി മാറ്റി. അല്ല, എന്റെ മുടി സ്വർണ്ണമുടിയായി മാറി. തന്റെ സ്വർണ്ണമുടി കണ്ടിട്ട് കോമൾ വളരെ സന്തോഷിച്ചു. ഇപ്പോൾ നിന്റെ മുടി സ്വർണ്ണമുടിയായി മാറിയില്ലേ? നിന്റെ മുടി ഇനി ലോകത്തെ ഏറ്റവും സുന്ദരമായ മുടിയായിരിക്കും. ഇനി നിന്നെ ആരും പുല്ലുപോലത്തെ മുടി എന്ന് പറഞ്ഞ് കളിയാക്കുകയില്ല. കോമൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവളെ വഴിയിൽ വെച്ച് ആരൊക്കെ കണ്ടോ അവരെല്ലാം അവളുടെ സ്വർണ്ണമുടി കണ്ട് അന്തം വിട്ടു. 2 സ്ത്രീകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അത് നോക്കൂ, സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി, എന്ത് സുന്ദരമാണത് കാണാൻ. നോക്കൂ, അത് കോമളാണ്. അവളുടെ മുടി നേരത്തെ പുല്ലുപോലെയാണ് ഇരുന്നത്. എങ്ങനെയാണ് ഇത്ര സുന്ദരമായത്? ഗ്രാമത്തിൽ 4 പാടും കോമളിന്റെ മുടിയെപ്പറ്റിയുള്ള ചർച്ചകളായി. കോമൾ തന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് വളരെയധികം സന്തുഷ്ടയായിരുന്നു. എല്ലാ പെൺകുട്ടികളും കോമളിനോട് മുടിയുടെ രഹസ്യം ചോദിച്ചിരുന്നു. ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരുന്നപ്പോൾ കോമൾ ഇപ്പോൾ യുവതിയായി. സ്വർണ്ണമുടി അവളുടെ യൗവനത്തെ ഒന്നുകൂടി സുന്ദരിയാക്കി. ഇപ്പോൾ അവൾ വളരെ സുന്ദരിയാണ്. ഒരു ദിവസം വേറൊരു രാജ്യത്തെ രാജാവ് കാൺപൂർ നഗര ഗ്രാമത്തിലെ കാട്ടിൽ വേട്ടയാടാനായി വന്നു. വേട്ടയാടി നടന്ന രാജാവ് തന്റെ സൈനികരിൽ നിന്നും അകന്നുപോയി. അപ്പോൾ രാജാവിന് ഒരു മാനിനെ കാണാൻ ഇടയായി. അതിന്റെ കൂടെ മാനിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് അതിനെ പിടിക്കാനായി മാനിന്റെ പുറകെ വന്നു. മാൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ മാൻ കുഞ്ഞ് മുൾപടർപ്പിൽ അകപ്പെട്ടുപോയി. അതിനാൽ മാനിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ട് മാനും അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. പുറകിൽ നിന്നും രാജാവ് കുഞ്ഞുമാൻ അകപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇനി നീ നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോകും? ഇനി നോക്കിക്കും. അപ്പോൾ അവിടെ കോമളും എത്തിപ്പെട്ടു. കോമൾ മാൻകുട്ടിയെ കണ്ടിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നെ സഹായിക്കാനല്ല ഇവിടെ വന്നത്. അപ്പോഴാണ് രാജാവ് സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടി മാൻകുഞ്ഞിനെ രക്ഷിക്കുന്നത് കണ്ടത്. രാജാവ് അവളുടെ തലമുടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്ര സുന്ദരമായ സ്വർണ്ണ നിറമുള്ള മുടി, ഇതാരാണ് ഈ സ്വർണ്ണ മുടിയുള്ള പെൺകുട്ടി? ഞാൻ ഇതുവരെ ഇത്ര സുന്ദരമായ മുടിയുള്ള പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല. രാജാവ് ഇതും ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് പതുക്കെ വരികയായിരുന്നു. അവിടെ എത്തിയപ്പോൾ മാനിനെയും മാൻകുട്ടിയെയും കാണാനേയില്ല. സ്വർണ്ണ നിറമുള്ള മുടിയുള്ള പെൺകുട്ടിയെയും കണ്ടില്ല. അയ്യോ, എവിടെ പോയി ആ പെൺകുട്ടി? ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചു സമയത്തിനു ശേഷം സൈനികരെല്ലാം രാജാവിന്റെ അടുത്തേക്ക് എത്തി. രാജാവ് സൈനികരോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ സുന്ദരമായ മുടിയായിരുന്നു അവൾക്ക്. പോകൂ, പോയി ഗ്രാമത്തിലെല്ലാം പോയി ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അപ്പോൾ രാജാവിന്റെ സൈനികർ ഗ്രാമത്തിൽ പോയി ഗ്രാമവാസികളോട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി താമസിക്കുന്നുണ്ടോ? നമ്മുടെ രാജാവ് അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ, കോമൾ മോളുടെ മുടി സ്വർണ്ണ നിറമുള്ളതാ. അവളുടെ അടുത്തുള്ള കുടില്ല താമസിക്കുന്നതും. സൈനികർ രാജാവിന്റെ അടുത്തെത്തി രാജാവിനെ കോമളിന്റെ വീട്ടിലേക്ക് ആനയിച്ചു. രാജാവ് വീടിന്റെ മുൻപിൽ വന്നു നിന്നു. എന്നിട്ട് ചോദിച്ചു, അകത്താരെങ്കിലും ഉണ്ടോ? രാജാവിന്റെ ശബ്ദം കേട്ടിട്ട് കോമൾ പുറത്തു വന്നു. രാജാവ് കതകിന് പുറത്തു നിൽക്കുകയായിരുന്നു. പറഞ്ഞാലും രാജാവ് അവളെ തന്നെ നോക്കി നിന്നു. കോമൾ സ്വർണ്ണ നിറമുള്ള മുടിയോടുകൂടി വളരെ സുന്ദരിയായി കാണപ്പെട്ടു. ഇത്രയും ഭംഗിയുള്ള മുടി, അത്ര തന്നെ ഭംഗിയുള്ള രൂപവും. ഇനി നീ തന്നെയാണ് എൻ്റെ ഭാര്യ. നീ നിന്റെ അമ്മയെയും അച്ഛനെയും വിളിക്കൂ. എനിക്ക് അവരോട് അത്യാവശ്യമായി കുറച്ച് കാര്യം പറയാനുണ്ട്. കോമൾ തന്റെ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണെന്നും അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നും പറഞ്ഞു. രാജാവും കോമളിനോട് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സൂറത്തിലെ രാജാവാണ്. ഇവിടെ വേട്ടയാടാനാണ് വന്നത്. ഞാൻ നിന്നെ കാടിനുള്ളിൽ വെച്ച് കണ്ടിരുന്നു. നീ രക്ഷപ്പെടുത്തിയ മാനിനെയും കുട്ടിയെയും ഞാൻ വേട്ടയാടാൻ തുനിഞ്ഞതാ. പക്ഷേ നിന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നുപോയി. എന്താ താങ്കൾ മാനിനെ വേട്ടയാടാനാണോ വന്നത്? പക്ഷെ എന്തിന്? ഇത്ര സുന്ദരമായ മൃഗത്തെ എന്തിനാണ് കൊല്ലുന്നത്? എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വേട്ടയാടൽ നിർത്തുന്നതുമാണ്. രാജാവിന്റെ ഈ വാക്കുകൾ കോമളിന്റെ മനസ്സിനെ ജയിച്ചിരുന്നു. ആദ്യമായാണ് ഇത്ര വലിയ രാജാവ് കോമളിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കോമളിനും ആ വലിയ രാജാവിനെ എതിർക്കാൻ തോന്നിയിരുന്നില്ല. കാരണം അവൾ കുട്ടിക്കാലം മുതൽ ഏകയായിരുന്നു. ഒരിക്കലും സ്നേഹം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടുമില്ല.
പിന്നീട് രാജാവ് ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോമളിനെ വിവാഹം ചെയ്തു. കോമളിനെ തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് കോമളിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കോമൾ പറഞ്ഞതനുസരിച്ച് വേട്ടയാടലും നിർത്തി. ഇപ്പോൾ കോമളിന്റെ അടുത്ത് എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ ഏത് സ്നേഹത്തിനാണോ ആഗ്രഹിച്ചിരുന്നത് അതിപ്പോൾ അവൾക്ക് കിട്ടി. Thanks for watching.